PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 30 ആയി. നമ്മൾ പേജ് നമ്പർ 30ലെ 9th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. പകുതിക്ക് വെച്ച് നമ്മൾ നിർത്തി. ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. എല്ലാവരും ഇത് ചെയ്തതാണ്. ഇങ്ങനെ നമ്മളൊരു പാരലോഗ്രാം വരച്ചിരുന്നു അല്ലെ. ഒരു സമാന്തരികം ABCD എന്ന പാരലോഗ്രാമിന്റെ അതിലെ എപിയും സിക്യൂവും ഈക്വൽ ആണ് എന്ന് തന്നിരുന്നു അല്ലെ. അത് തന്നിരുന്നു. പിന്നെ തന്നിരിക്കുന്നത് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്നത് PBQD. ഇതാണ് കേട്ടോ, PBQD. ഇത് ഒരു പാരലോഗ്രാം ആണ്, തെളിയിക്കണം. ഇറ്റ്സ് എ പാരലോഗ്രാം. ABCD ഇസ് എ പാരലോഗ്രാം പറഞ്ഞിട്ടുണ്ട്. ABCD ഒരു പാരലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ABCD പാരലോഗ്രാം ആണ്. ഈ വശം APയും QCയും ഈക്വൽ ആണെങ്കിൽ ഇത് ഒരു പാരലോഗ്രാം ആണ്. PBQD ഒരു പാരലോഗ്രാം ആണ് തെളിയിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും പാരലൽ ആണ്. കാരണം ABയും DCയും പാരലൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ PBയും DQവും പാരലൽ ആണ്. പക്ഷെ ഇനി നമുക്കത് ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അത് നമ്മൾ ഇന്നലെ ചെയ്തതാണ്. നമ്മൾ തെളിയിച്ചു എന്താണ്? PB is equal to DQ. ഇതുവരെ ഇന്നലെ ചെയ്തതല്ലേ? PBയും is equal to DQ. PBയും DQവും ഈക്വൽ ആണ് തെളിയിച്ചു. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മൾ തെളിയിച്ചത്. ഇതാണ് നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്തത്. എങ്ങനെയാ പ്രൂവ് ചെയ്തത്? ആദ്യം എഴുതി AB. AB എന്ന് പറഞ്ഞാൽ എന്താണ്? AB എന്ന് പറഞ്ഞാൽ AP പ്ലസ് PB ആണ്. അപ്പൊ PB എന്ന് പറഞ്ഞാൽ എന്താണ്? ABയിൽ നിന്ന് AB ഇത് ഫുള്ള് ABയിൽ നിന്ന് ഈ AP കുറയ്ക്കുന്നതാണ്. ABയും CDയും തുല്യമാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ABയും DCയും ഈക്വൽ ആണ്. ഇനി PB എന്ന് പറഞ്ഞാൽ ABയിൽ നിന്ന് AP കുറയ്ക്കണതായിരുന്നു അല്ലെ. അതുപോലെ തന്നെ ഈ CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടണതല്ലേ. അപ്പൊ DQ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? CDയിൽ നിന്ന് QC കുറച്ചാൽ മതി. അതിന് QCയും APയും ഈക്വൽ ആണ്. ABയും DCയും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും തുല്യമാണ്. അതാണ് നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്തത്. ഫസ്റ്റ് പാർട്ട് ഇന്നലെ നമ്മൾ അവിടെ വെച്ച് നിർത്തിയിരുന്നു. അതെല്ലാവരും ചെയ്തു കഴിഞ്ഞതാണ്. മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് പക്ഷെ വേണ്ടത് ഇവിടെ ഇത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ദിസ് ഇസ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ആൻഡ് സെക്കൻഡ് ട്രയാങ്കിൾ. ഈ രണ്ട് ത്രികോണങ്ങൾ ട്രയാങ്കിൾസ് നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ഓപ്പോസിറ്റ് സൈഡ്സ് കൂടി ഈക്വൽ ആക്കണം കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നുള്ളൂ. പാരലോഗ്രാം ആണെന്ന് തെളിയിക്കണമെങ്കിൽ PBയും DQവും ഈക്വൽ ആണ് തെളിയിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അടുത്ത പാർട്ട് ഈ വശവുമാണ് നമുക്ക് ഈക്വൽ ആണ് തെളിയിക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ രണ്ട് ത്രികോണങ്ങൾ, ഏത് രണ്ട് ട്രയാങ്കിൾസാ? ട്രയാങ്കിൾ APD അല്ലെ. പിന്നെ എടുക്കേണ്ടത് ട്രയാങ്കിൾ QBC. ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിന്റെ വശങ്ങളൊക്കെ ഈക്വൽ ആക്കാൻ പോവാനിട്ട് നമ്മള്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. ADയും BCയും ഈക്വൽ ആണെന്ന്. AD is equal to BC. കാരണം എന്താ? പ്രൂവിംഗ് ആണ്. അതുകൊണ്ട് റീസൺ എഴുതണം. ADയും BCയും ഈ ട്രയാങ്കിളിലെ APD എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ AD എന്ന് പറഞ്ഞ വശവും ഇതിലെ BC എന്ന് പറയുന്ന QBC എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ BCയും ഈക്വൽ ആണ്. കാരണം ഇറ്റ്സ് ഗിവൺ, ഇറ്റ്സ് എ പാരലോഗ്രാം. പാരലോഗ്രാം ആണ്. ഏത്? ABCD എന്ന് പറഞ്ഞാൽ ഒരു പാരലോഗ്രാം ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ഈ വശം APയും QCയും. AP is equal to QC. അതിനും റീസൺ എഴുതാം. കാരണം എന്താ? കാരണം എഴുതാം. APയും QCയും ഈക്വൽ ആണ്. ഇസ് ഗിവൺ. ചോദ്യത്തിൽ തന്നിട്ടില്ലേ? ചോദ്യത്തിൽ തന്നിട്ടുണ്ട് APയും QCയും ഈക്വൽ ആണ്.
അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം ആംഗിൾ എയും ആംഗിൾ സിയും. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി. എന്താ കാരണം? ഇതൊരു പാരലോഗ്രാം അല്ലേ? എ ബി സി ഡി ഒരു പാരലോഗ്രാം അല്ലേ? പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആണ്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. അപ്പൊ അതുകൊണ്ട് ആംഗിൾ ഇവിടെ റീസൺ എഴുതുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദ പാരലോഗ്രാം ആർ ഈക്വൽ. കിട്ടി? 3 റീസൺ. ഇപ്പൊ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ പറയുന്നത്? ഈ സൈഡും ഇതിലെ ഈ സൈഡും, ഇവിടത്തെ ഈ സൈഡും ഇതും. അപ്പൊ ഈ 2 സൈഡ് ആൻഡ് ഇൻക്ലൂഡിംഗ് ആംഗിൾ, ഇവിടെയും 2 സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡിംഗ് ആംഗിൾ നമ്മൾ പഠിച്ചത് ഈക്വൽ ട്രയാങ്കിൾസ്. സോ ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതാം. കിട്ടിയോ? അപ്പൊ ആദ്യം നമ്മൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നോക്കാം? എ പി ഡിയും ക്യൂ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതില് ഈ സൈഡ് എ ബി എന്ന് പറയുന്ന ഇവിടെ എ ഡി എന്ന് പറയുന്ന ഈ സൈഡും ബി സി എന്ന് പറയുന്ന ഈ സൈഡും ഈക്വൽ ആണ്. കാരണം ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ പാരലോഗ്രാം. സോ ദീസ് 2 സൈഡ്സ് ആർ ഈക്വൽ. പിന്നെ എ പിയും ക്യൂ സിയും ഈക്വൽ ആണ്. കാരണം അവർ തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എ പിയും ക്യൂ സിയും തുല്യമാണ്. പിന്നെ ഈ ആംഗിൾ ആണ്, ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ബിക്കോസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദ പാരലോഗ്രാം ആർ ഈക്വൽ. കിട്ടിയില്ലേ? ഇത് തുല്യമാണെന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ഓക്കെ, ഇതും ഈ വശവും ഈ വശവും 2 വശങ്ങള്, ഇതിലെ 2 വശങ്ങള് ആൻഡ് ഇൻക്ലൂഡിംഗ് ആംഗിൾ അതിന്റെ ഉൾക്കോണുകളും തുല്യമാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഴുതാം. therefore PD is equal to QB. PD is equal to QB. കാരണം എന്താ? സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിളിന്റെ ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ അല്ലേ? അപ്പൊ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ 2 ആംഗിൾസ് ഈക്വൽ ആണ്. അതിനെതിരെയുള്ള വശങ്ങൾ തുല്യല്ലേ? അതാണ് പറയുന്നത് പി ഡിയും ബി ക്യൂവും ഈക്വൽ ആണ്. കിട്ടിയോ? എന്താ എഴുതാം? പി ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബി. കാരണം the sides opposite to equal angles are equal. Sides opposite to equal angle, തുല്യ കോണിനെതിരെയുള്ള വശങ്ങള് തുല്യമാണ്. അപ്പൊ നമ്മൾ പ്രൂവിങ് കഴിഞ്ഞു. ഈ 2 വശം തുല്യമാണ്. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തു, ഇന്നലെ നമ്മൾ പകുതി ചെയ്തു, അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പി ബി ഇസ് ഈക്വൽ ടു ഡി ക്യൂ തെളിയിച്ചു. ഇപ്പൊ നമ്മൾ എഴുതി പി ഡി ഇസ് ഈക്വൽ ടു ക്യൂ ബി. therefore ചോദ്യം എഴുതി വയ്ക്കാം. എന്താണ്? പി ബി ക്യൂ ഡി ഇസ് എ പാരലോഗ്രാം. അതുകൊണ്ട് പി ബി ക്യൂ ഡി അതൊരു പാരലോഗ്രാം ആയിരുന്നു. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. 10th ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. 10th ക്വസ്റ്റ്യൻ എഴുതാം. പ്രൂവ് ദാറ്റ്. അതും ഒരു പ്രൂവിംഗ് ആണ് കേട്ടോ. ഈ പ്രൂവിംഗ് മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. ശരിക്കും ശ്രദ്ധിക്കാം. Tenth question. വായിച്ചു നോക്കിയോ എല്ലാവരും ചോദ്യം? എന്നൊരു ചോദ്യം വായിക്കാം. Prove that if all the sides of the parallelogram are equal. ഒരു പാരലോഗ്രാം തന്നെയാണ് കേട്ടോ. അത് പ്രൂവിംഗ് എളുപ്പമാണ്. അതൊന്നൊരു ശ്രദ്ധിച്ചാൽ മതി. ഒരു പാരലോഗ്രാം തന്നെയാണ് തന്നിരിക്കുന്നത്. ഇറ്റ്സ് എ പാരലോഗ്രാം. പക്ഷെ ഈ പാരലോഗ്രാമിന്റെ പ്രത്യേകത all the 4 sides are equal. Prove that if all the sides, പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? 2 ഓപ്പോസിറ്റ്, ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അല്ലെ 4 ഈക്വൽ എന്നല്ല കേട്ടോ. പക്ഷെ ഇവിടെ പാരലോഗ്രാം ആണ്, അതേപോലെ തന്നെ 4 സൈഡും ഈക്വൽ ആണ് എന്ന്. പ്രൂവ് ദാറ്റ് ഇഫ് ഓൾ ദ സൈഡ്സ് ഓഫ് ദ പാരലോഗ്രാം ആർ ഈക്വൽ എന്നത് നമ്മൾ പറയാം. ഫിഗറിന്റെ 4 സൈഡ് ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാമിനെ സമാന്തരികത്തിന്റെ 4 വശങ്ങളും, സമാന്തരികത്തിന്റെ എതിർവശങ്ങൾ മാത്രം തുല്യമായ മതി. ഇതും തുല്യമാവണം, ഇതും. പക്ഷെ 4 വശം തുല്യമായ സമാന്തരികത്തിന് നമ്മൾ പറയുന്ന പേരാണ് സമഭുജ സമാന്തരികം. ദാറ്റ് ഈസ് റോംബസ്. പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ 4 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ
അതിനെ നമ്മൾ പറയും റോംബസ് എന്നാ പറയാ, സമഭുജം. അപ്പൊ ഇവിടെ ഒരു റോംബസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. 4 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റോംബസ്. Prove that if all the sides of the parallelogram are equal, then each diagonal is perpendicular bisector to the other. Each diagonal is perpendicular. Each diagonal, ഓരോ ഡയഗണലും പെർപെൻഡിക്കുലർ ഡയഗണൽസ് വരയ്ക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എ ബി സി ഡി പേര് കൊടുത്തു. ഇതിലെ 4 സൈഡ്സും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എ ബി ഇസിക്കൽ ടു ബി സി ഇസിക്കൽ ടു സി ഡി ഇസിക്കൽ ടു എ ഡി അല്ലെ, 4 വശം തുല്യമാണെന്ന് നമ്മൾ തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ പാരലോഗ്രാമിന്റെ പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇവിടെ പക്ഷെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ബൈസെക്ട് ഈച്ച് അതർ, തുല്യമായിട്ട് പങ്കുവയ്ക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു ഡയഗണൽ അല്ലേ, ഇതൊരു വികീർണമാണ്, ഇവിടെ ഇതും ഒരു വികീർണം. 2 ഡയഗണൽസ്, 2 വികീർണങ്ങള്. ഇത് ഗണിക്കുമ്പോ ഈ പോയിന്റ് നമ്മൾ O കൊടുത്താൽ AO ഈക്വൽ ടു CO ആണ്. അതേപോലെ തന്നെ DO ഈക്വൽ ടു BO ആണ്. കാരണം എന്താ കൊടുക്കാം? ഇറ്റ്സ് എ ഡയഗണൽ ഓഫ് എ പാരലോഗ്രാം. പാരലോഗ്രാമിന്റെ 2 ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുമ്പോ ഇത് ശരിക്കും ബൈസെക്ട് ചെയ്യുമെന്നുള്ള തിയറി നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് പാരലോഗ്രാമിന്റെ കേട്ടോ. പാരലോഗ്രാമിന്റെ ഈ 2 ഡയഗണൽസും ഇന്റർസെക്ട് ചെയ്യണത് എങ്ങനെയായിരിക്കും? തുല്യമായിട്ട് ബൈസെക്ട് ചെയ്യും, നോട്ട് പെർപെൻഡിക്കുലർ. പാരലോഗ്രാമിന് പെർപെൻഡിക്കുലർ അല്ല, പക്ഷെ ബൈസെക്ട് ചെയ്യും, തുല്യമായിട്ട് ഭാഗിക്കും, എന്ന് വെച്ചാൽ ഈക്വൽ ആയിരിക്കും. ഈ AO ഇസിക്കൽ ടു CO, AOയും COയും തുല്യമായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് എഴുതാം DO ഇസിക്കൽ ടു BO. രണ്ടിനും കാരണം ഇതാണ്, എന്താ? ബൈസെക്ട് എന്താണ്? ഡയഗണൽ ഓഫ് പാരലോഗ്രാം. പാരലോഗ്രാമിന്റെ ഡയഗണൽ, പാരലോഗ്രാം എഴുതുന്നത് ഡയഗണൽസ് ഓഫ് പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. എന്താ? ഡയഗണൽസ് ഓഫ് ദ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് ചെയ്യും, തുല്യമായിട്ട് പങ്കുവയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ AO ഈക്വൽ ടു CO ആണ്, DO ഈക്വൽ ടു BO ആണെന്ന്. കിട്ടിയ എല്ലാവർക്കും? മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ തെളിയിച്ചു പകുതി, ചോദ്യത്തിന്റെ പകുതിയായിട്ടോ. ആ ചോദ്യം ഒന്നുകൂടി വായിച്ചിട്ട് ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? The diagonal is the perpendicular bisector of the. ഇപ്പൊ ബൈസെക്ടർ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി ആവണമെന്നാണ്. പക്ഷെ അതിൽ നമ്മൾ ഒരു കാര്യം തെളിയിച്ചു, ഇത് ബൈസെക്ടർ ആണെന്ന്. തുല്യം എന്താണ്? AO ഈക്വൽ ടു CO ആണ്, DO ഈക്വൽ ടു BO ആണ്. കാരണം ഇറ്റ്സ് എ പാരലോഗ്രാം, ഇതൊരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് തുല്യമായിട്ട് ഭാഗിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി നമ്മുടെ ചോദ്യത്തിന്റെ പകുതി അതിലുള്ള ഒരു വാക്ക് അതാണ് ശ്രദ്ധിക്കേണ്ടത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ബൈസെക്ടർ ആണെന്ന് തെളിയിച്ചു, പക്ഷെ പെർപെൻഡിക്കുലർ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് 90 ഡിഗ്രി വരണം, 90. അതാണ് പെർപെൻഡിക്കുലർ. ലംബ സമഭാജി, സമഭാജിയാണെന്ന് പറഞ്ഞു. 2 വികീർണങ്ങൾ വരച്ചപ്പോ ഈ വികീർണങ്ങൾ സമഭാഗം ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലോഗ്രാമിന്റെ 2 വികീർണങ്ങള് തമ്മിൽ ഖണ്ഡിച്ചാൽ അത് ആ വികീർണങ്ങളെ സമഭാഗം ചെയ്യുന്നു. ഇത് ബൈസെക്ട് ഈച്ച് അതർ പാരലോഗ്രാമിന്റെ. പക്ഷെ ഇവിടുത്തെ പാരലോഗ്രാമിന് വ്യത്യാസമുണ്ട്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ മതി. പക്ഷെ ഇവിടുത്തെ പാരലോഗ്രാമിന് ഓൾ ദ 4 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാം ആണ്, ദാറ്റ് ഈസ് റോംബസ് ആണ്. അതിന്റെ ഡയഗണലിനുള്ള പ്രത്യേകത ദിസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് തെളിയിക്കാൻ നമ്മൾ പോവാ. ഇനി എങ്ങനെയാണ് നമ്മൾ തെളിയിക്കാം? ആദ്യം നമ്മൾ പറഞ്ഞു AOയും COയും അതേപോലെ DOയും BOയും രണ്ടും ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രം പോരാ, നമുക്ക് എന്ത് വേണം? ഇവിടെ 90 ഡിഗ്രി. അപ്പൊ ഏതെങ്കിലും 2 ട്രയാങ്കിൾ എടുക്കാം കേട്ടോ. ഇതും ഞാനിപ്പോ എടുക്കാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഇതും എടുക്കാം, DOCയും COBയും എടുക്കാം. അതല്ലെങ്കിൽ ഇത് രണ്ടും ഏതെങ്കിലും 2 എടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഇപ്പോ ഏതെടുത്താലും വിരോധമില്ല. AOD എന്ന് പറയുന്ന ട്രയാങ്കിൾ AODയും പിന്നെ എന്താണ്? ട്രയാങ്കിൾ CODയും. AOD എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ ട്രയാങ്കിളും ഇത് രണ്ടാമത്തെ ട്രയാങ്കിളും കൺസിഡർ ചെയ്യും. ഇത് രണ്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്?
ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത, ഈ രണ്ട് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഈ സൈഡും ഈക്വൽ ആണ് അല്ലെ. ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാൻ നമുക്ക് എന്തെന്നാ? എ ഡി ഇസ് ഈക്വൽ ടു സി ഡി. എന്താ? ഈ രണ്ട് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിലെ എ ഡിയും ഈ ട്രയാങ്കിളിലെ സി ഡിയും ഈക്വൽ ആണ്. കാരണം സൈഡ്സ് ഓഫ് ദ തന്നിട്ടില്ലേ? ഈ പാരലോഗ്രാമിന്റെ ഇത് റോംബസ് ആണ്, ഇതിന്റെ എല്ലാ സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഇതും ഈക്വൽ ആണ്. എന്താ എഴുതാം? ഇറ്റ്സ് ഗിവൺ, അല്ലെങ്കിൽ സൈഡ്സ് ആർ ഈക്വൽ, വശങ്ങള് തുല്യമാണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ എഴുതേണ്ടത്? AO is equal to CO. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാ. AO is equal to CO പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി മൂന്നാമത്തത് ഈ സൈഡ് എന്താണ്? DO is equal to DO. രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൽ DO ഉണ്ട്, ഈ ട്രയാങ്കിളിൽ DO ഉണ്ട്. രണ്ട് ട്രയാങ്കിളിലും കോമൺ സൈഡ് പൊതുഭുജമാണെന്ന്. കിട്ടിയ മൂന്ന് കാരണങ്ങള്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയില്ലേ? ഏത് രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ പ്രൂവിങ്? ഒന്ന് ശ്രദ്ധിക്കാട്ടോ. ഏത് രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ ചെയ്യുന്നത്? AODയും CODയും നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ സൈഡ്സ് നോക്കാം. സൈഡ്സ് ഏതൊക്കെയാണ്? ഈ വശവും നമുക്ക് തുല്യമാണ്, കാരണം റോംബസിന്റെ സൈഡ്സ്. പിന്നെ ഇവിടുത്തെ ഇതും ഈക്വൽ ആണ്, കാരണം AO is equal to CO. It's a sides of the diagonal bisect each other ആണ്. ഡയഗണൽസ് എന്താ ചെയ്യുന്നത്? ബൈസെക്ട് ചെയ്യാണത്. അടുത്തത് ഈ സൈഡ് കോമൺ സൈഡ് ആണ്. കോമൺ സൈഡ് എന്താണ്? രണ്ടിലും കോമൺ ആണ്, രണ്ടിലുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിളിലെ മൂന്ന് വശവും 1, 2, 3 ഈ ട്രയാങ്കിളിലെ മൂന്ന് വശങ്ങളും തുല്യമാണ് അല്ലെ. എങ്കിൽ അതിലെ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആവും അല്ലെ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതാം, ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് എഴുതാം കേട്ടോ. എന്താ എഴുതാം? ആംഗിൾ എ, പേര് എഴുതുമ്പോ ശ്രദ്ധിക്കാം, AOD. ഈ ആംഗിൾ ഈസ് ഈക്വൽ ടു COD. ആംഗിൾ COD. രണ്ട് കോണുകൾ കിട്ടിയോ? AOD എന്ന് പറഞ്ഞ ഈ ആംഗിളും COD എന്ന് പറഞ്ഞ ഈ ആംഗിളും ഈക്വൽ ആണ്. കാരണം റീസൺ എന്താണ്? ഈക്വൽ ട്രയാങ്കിളിലെ ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഉണ്ട്. ഈ വശം തുല്യമാണ്. ഇതിനെതിരെയുള്ള ഈ ആംഗിളും ഇതിനെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എഴുതി, രണ്ടും ഈക്വൽ ആണ്. അടുത്ത സ്റ്റെപ്പ് എഴുതാം, ഇത് രണ്ടും കൂടി കൂട്ടി എഴുതാം. AOD പ്ലസ് ആംഗിൾ COD എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര വരാം? ലീനിയർ പെയർ. എത്ര കിട്ടാം? ഇസ് ഈക്വൽ ടു 180. ബ്രാക്കറ്റിൽ റീസൺ എഴുതാം, ലീനിയർ പെയർ, രേഖീയ ജോഡി. 180 ആണ്. രണ്ട് ആംഗിൾസും കൂടി കൂട്ടിയാൽ 180. ഇത് രണ്ടും ഈക്വൽ ആണ്. നോക്ക്, ഈ സ്റ്റെപ്പാണ് ഇനി നോക്കേണ്ടത്. ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പൊ അതിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ AOD is equal to divided by 2. 180 divided by 2. അപ്പൊ എത്ര കിട്ടി? 90 കിട്ടിയില്ലേ? അടുത്ത സ്റ്റെപ്പ് ഇത് എഴുതാം, ആംഗിൾ COD. അപ്പൊ എത്രയായിരിക്കും? COD 180 by 2 തന്നെയാണ്. ഇത് 90 ആണെങ്കിൽ 180 90 മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടുന്നത്? 90. കാരണം രണ്ടും ഈക്വൽ ആണ്. AOD 90 ആണെങ്കിൽ CODയും 90 ആണ്. നമ്മൾ പ്രൂവിങ് കഴിഞ്ഞു. കിട്ടിയോ എല്ലാവർക്കും? അപ്പൊ ഈ ആംഗിൾ 90 ആയി, ഈ ആംഗിൾ 90 ആയി. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എത്തി. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈച്ച് ഡയഗണൽ ഈസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടു ദ അതർ. ഇതെന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, ലംബ സമഭാജിയാണ്. അപ്പൊ ലാസ്റ്റ് ലൈനിൽ നമ്മൾ ഉത്തരം ചോദിക്കാം. സോ ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടു ദ അതർ. കിട്ടിയില്ല എല്ലാവർക്കും? അപ്പൊ ഈ കണക്ക് നമ്മൾ അവസാനിച്ചു. അടുത്ത കണക്ക് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഈ കണക്ക് നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ.